നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ വളരെ സജീവമായി വരുന്നത് തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി.വി. അൻവർ മത്സരിക്കുന്ന നിയമസഭാ മണ്ഡലമാണ്. UDF കടാക്ഷിയായതിന് പിന്നാലെ പല മണ്ഡലങ്ങളിലും അൻവറിനെ സ്വാഗതം ചെയ്ത ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് അൻവറിന്റെ പേര് വീണ്ടും ചർച്ചയാകുന്നത്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ കോഴിക്കോട് കുന്നമംഗലത്താണ് പി.വി. അൻവറിനെ സ്വാഗതം ചെയ്തുള്ള ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. ഷബീർ ഒമറിന്റെ റിപ്പോർട്ടാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പലവിധ ചർച്ചകൾ ഇപ്പോഴുണ്ട്. അതിലൊന്നാണ് പി.വി. അൻവർ എവിടെ മത്സരിക്കുമെന്നത്. അതിന് കാരണം പി.വി. അൻവർ നേതൃത്വം നൽകുന്ന തൃണമൂൽ കോൺഗ്രസ് UDFിലെ അസോസിയേറ്റഡ് ഘടകകക്ഷിയായതിന് പിന്നാലെ പലയിടത്തും പല മണ്ഡലങ്ങളിലും പി.വി. അൻവറിനെ സ്വാഗതം ചെയ്ത് ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടതാണ്. അതിലേറ്റവും പ്രധാനം ആദ്യം പ്രത്യക്ഷപ്പെട്ടതും ബേപ്പൂർ മണ്ഡലത്തിലാണ്. ബേപ്പൂർ മണ്ഡലത്തിലേക്ക് സ്വാഗതം എന്നായിരുന്നു ഈ അസോസിയേറ്റ് ഘടകകക്ഷിയാക്കിയതിന് പിന്നാലെ ഈ ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. ഇതിന് പിന്നാലെ പട്ടാമ്പിയിലും ഒപ്പം തന്നെ തവനൂരിലും ഒക്കെ പ്രത്യക്ഷപ്പെട്ടു. ഇന്നിപ്പോൾ ബേപ്പൂരിൽ മറ്റൊരു ഫ്ലെക്സ് ബോർഡ് കൂടി പ്രത്യക്ഷപ്പെട്ടു. പി.വി. അൻവർ അങ്ങോട്ടേക്ക് വരേണ്ടതില്ല എന്ന ഒരു ബോർഡാണ് പ്രത്യക്ഷപ്പെട്ടത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മറ്റൊരു ബോർഡിന് സമീപത്താണ്. അത് കുന്നമംഗലം നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പ്രദേശത്താണ്. കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിന് തൊട്ടു മുന്നിലാണ് ഈ ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. അത് മറ്റുള്ളിടത്ത് ആരാണ് വെച്ചതെന്ന് വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ ഈ ഫ്ലെക്സ് ബോർഡിൽ ആരാണ് വെച്ചതെന്ന് കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുന്നമംഗലം നിയോജക മണ്ഡലം തൃണമൂൽ കോൺഗ്രസ് കമ്മിറ്റിയാണ് പി.വി. അൻവറിന് കുന്നമംഗലത്തിൻ്റെ മണ്ണിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് ഇത്തരത്തിലൊരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ബേപ്പൂരിലാണെങ്കിൽ മന്ത്രി P.A. മുഹമ്മദ് റിയാസിൻ്റെ മണ്ഡലമാണ്. തവനൂരിലാണെങ്കിൽ K.T. ജലീൽ ഇപ്പോഴത്തെ സിറ്റിംഗ് MLA ആണ്. പട്ടാമ്പിയിൽ കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലമാണ്. അപ്പോൾ അത്തരം സ്ഥലങ്ങളിലേക്ക് സ്വാഗതം ചെയ്തു. കുന്നമംഗലം നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് മത്സരിക്കുന്നതിൽ മുസ്ലിം ലീഗിന് UDFിൽ അനുവദിക്കുന്ന സീറ്റാണ്. കഴിഞ്ഞ തവണ കോൺഗ്രസിലെ തന്നെ ഒരു നേതാവിനെയാണ് പൊതു സ്വതന്ത്രനായി മുസ്ലിം ലീഗ് ഇവിടെ മത്സരിപ്പിച്ചത്. അപ്പോൾ ഈ ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രതികരണങ്ങളൊന്നും രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല. എന്തായാലും പി.വി. അൻവർ എവിടെ മത്സരിക്കും എന്നതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ച. അതുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിൽ ഈ ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതും കൗതുകമുണർത്തുന്നുണ്ട്. കുന്നമംഗലത്ത് നിന്ന് ക്യാമറ പേഴ്സൺ ഷബീർ കല്ലിനോടൊപ്പം ഷബീർ ഒമർ, മീഡിയ 1, കോഴിക്കോട്.